അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കുട്ടികളൊക്കെ മദ്രസ കുട്ടികൾ, അതാണ് ഒരു മതവിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. മദ്രസ കുട്ടികളൊക്കെ അതാത് രക്ഷിതാക്കളോട് വീട്ടിൽ വന്നിട്ട് നമുക്ക് 26 അഥവാ ഈ റജബ് മാസം 26-നും 27-നും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കൊടുത്ത ഒരു നിർദ്ദേശമാണ്. ഇത് ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോടും ഇത് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിന് മറുപടി പറയുന്നത്. കാരണം അടുത്തുള്ള വീട്ടിലൊക്കെ സാധാരണ രീതിയിൽ ഒരു കാര്യം മദ്രസയിൽ നിന്ന് കൊടുത്തയക്കുമ്പോൾ സ്കൂളിൽ നിന്നായാലും ഒരു ചെറിയ ബിറ്റ് നോട്ടീസിലൂടെയാണ് കൊടുത്തയക്കുക. അപ്പോൾ ഇത് ബിറ്റ് നോട്ടീസൊന്നുമില്ല, പക്ഷേ വാക്കാൽ പിള്ളേരൊക്കെ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ 26-നും 27-നും എന്താണ് യൂസുഫാക്ക ഒരു നോമ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ആ ചോദിച്ചവരോട് പറഞ്ഞു, നസീഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. ഞാനൊരു വലിയ പണ്ഡിതനായതുകൊണ്ടല്ല, പക്ഷേ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യത്തോടെ മനസ്സിലാക്കാൻ, വായിച്ചു മനസ്സിലാക്കാൻ, പഠിച്ചു മനസ്സിലാക്കാൻ, അതിൻ്റെ വളരെ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കാൻ, അതാണ് വെറുതെ പഠിച്ചത് ഒരു പ്രയോജനവുമില്ല, സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അത്രമാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കുട്ടികളോട് ചോദിച്ച്, ആ കുട്ടികളുടെ ഉമ്മമാരോട് ചോദിച്ച്, ഉപ്പമാരോട് ചോദിച്ച്, നിങ്ങളിനി അധ്യാപകന്മാരുടെ അടുത്ത് പോയാൽ അവരോട് ചോദിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് യഥാർത്ഥത്തിൽ 4-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലുമൊക്കെ തുടരെ പഠിപ്പിക്കുന്ന അമലിയാത്ത് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര വിധികൾ പഠിപ്പിക്കുന്ന പുസ്തകത്തിനാണ് അമലിയാത്ത് എന്ന് പറയുന്നത് മദ്രസയിൽ. ആ അമലിയാത്തിൽ സുന്നത്ത് നോമ്പുകൾ എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു പാഠത്തിൽ. എൻ്റെ ഓർമ്മയിൽ ഒരു 2-3 കൊല്ലം മുമ്പ് ഒരു 26-ാമത്തെ പാഠമോ മറ്റോ ആണ്. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇന്ന് വരെ ഇത് സുന്നി 2 വിഭാഗം സുന്നികളുടെയും സിലബസ് ആയിട്ടുള്ള ആ പാഠ്യപദ്ധതിയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പ്രധാന സുന്നത്ത് നോമ്പുകൾ എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ റജബ് 26-ൻ്റെയും 27-ൻ്റെയും നോമ്പ് എന്ന് പറയുന്ന അൽ ഇസ്റാ വൽ മിറാജ് എന്ന നോമ്പ് ഉണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായി. എന്തിനേറെ പറയണം, അങ്ങനെ ചോദിച്ചു നോക്കിയപ്പോൾ ആ പുസ്തകത്തിൽ അമലിയാത്തിൽ കുറേ സുന്നത്ത് നോമ്പുകളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള സുന്നത്ത് നോമ്പുകളാണ് അതൊക്കെ. ആ സുന്നത്ത് നോമ്പുകളിലൊന്നും തന്നെ ഈ റജബ് 26-ൻ്റെയോ അല്ലെങ്കിൽ റജബ് 27-ൻ്റെയോ ആയ ഈ മിഹ്റാജ് എന്ന നോമ്പ് പെട്ടിട്ടില്ല. മാത്രമല്ല റജബ് എന്ന് പറയുന്ന റജബ് മാസത്തിലാണ് തിരുമേനി ആകാശയാത്ര നടത്തിയത് എന്നതിന് പോലും വ്യക്തമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. റബീഉൽ അവ്വലിലാണെന്നും അതല്ല ഷഹബാൻ മാസത്തിലാണെന്നും അതല്ല ദുൽഹജ്ജ് മാസത്തിലാണ്, അങ്ങനെ പല അഭിപ്രായങ്ങളും തിരുമേനിയുടെ ആകാശാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നതാണല്ലോ ഇനി രണ്ടാമത്തത് നമുക്ക് അറിയേണ്ടത്. പരിശുദ്ധമായ ഖുർആനിലെ 17-ാം അധ്യായമായ ബനു ഇസ്രായേൽ ആർക്കും പരിശോധിക്കാം. 17-ാം അധ്യായമായ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ആ അധ്യായത്തിൻ്റെ തുടക്കം തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. ഇതാണ് ആ വചനം. പരിശുദ്ധനായ സർവശക്തനായ അള്ളാഹു ആ പ്രവാചകനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ആ പരിശുദ്ധ കഅബാലയത്തിൻ്റെ പരിസരത്ത് നിന്ന് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന അമ്പിയാക്കന്മാരുടെ കിബിലയായിട്ടുള്ള ഈ സ്ഥലത്തേക്ക് പ്രവാചകനെ അള്ളാഹു രാത്രിയാട്ടം നടത്തി. എന്നിട്ടോ പിന്നീട് അങ്ങോട്ട് ആകാശലോകത്തേക്ക് കൊണ്ടുപോയി. അതാണ് ലിനുരിയഹു മിൻ ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിക്കുക. ഈ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക് കാണിച്ചത് തന്നെ ദൃഷ്ടാന്തമാണ്. മാത്രമല്ല ഈ സമയവേളയിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുന്നില്ല, മലക്കിനോടൊപ്പം പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആകാശയാത്രയിൽ അവിടെ എത്തിയപ്പോൾ, അതാണ് ലിനുരിയഹു എന്നാണ് ഗ്രാമർ അതിൽ പറയുന്നത്, ലിനുരിയഹു നാം കാണിക്കാൻ വേണ്ടി, ലിനുരിയഹു മിൻ ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ആ പ്രവാചകനെ കാണിക്കാൻ വേണ്ടി. അതാണ് അങ്ങനെ കൊണ്ടുപോയി ആ സ്ഥലത്തൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാം കണ്ടു. സ്വർഗവാസികളായ സന്തോഷമായിട്ടുള്ള ആളുകളെ കണ്ടു.
പ്രവാചകന്റെ ശിഷ്യനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുള്ള കൊട്ടാരം കണ്ടു, ബിലാലിന് ലഭിച്ചിട്ടുള്ള കൊട്ടാരം കണ്ടു. ആലോചിച്ച് നോക്കൂ, അവിടുത്തെ കഥകളൊക്കെ ഇഷ്ടംപോലെ പറയാനുണ്ട്. പറയുന്ന മുസ്ലിംമാർ ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവിടെ ഒക്കെ കണ്ടു. മാത്രമല്ല അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ ആ റസൂൽ എത്തപ്പെട്ടു. അതാണ്, ആ സാമീപ്യത്തിൽ എത്തപ്പെട്ടപ്പോൾ മലക്ക് പിന്മാറുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് ഒരു പ്രത്യേക മറയിട്ടുകൊണ്ട് അള്ളാഹു ആ നബിയുമായിട്ട് സംഭാഷണം നടത്തി. അതാണ് നമുക്കൊക്കെ പരിശുദ്ധമായ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ദലുൽ അഹ്മാൻ അസ്സലാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആ നമസ്കാരം. ആ നമസ്കാരത്തിൽ അത്തഹിയാത്ത് എന്ന് പറയുന്ന ആ സന്ദേശം അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സമ്മാനിച്ചത് ആ ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഈ അത്തഹിയാത്തു അൽ മുബാറകാത്തു അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ തിരുമേനി ആ ഒരു മറക്കു പിന്നിൽ നിന്ന് അള്ളാഹുമായി സംഭാഷണം നടത്തി തിരിച്ചു വന്നു. ആലോചിച്ച് നോക്കൂ, ഞാൻ പറയുന്നത് ചുരുക്കി പറയുകയാണ്. അപ്പോൾ എല്ലാ ദൃഷ്ടാന്തങ്ങളെയും തിരുമേനിയെ അള്ളാഹു കാണിച്ചു. അതിൻ്റെ സാഹചര്യം എന്താണ്, സന്ദർഭം എന്താണ്, എന്തിനാണ് അങ്ങനെ കാണിച്ചത്, അതൊക്കെ ജാമ്യതയോടും ലിയാഖത്തിനോടും ആരിഫിനോടും നാം ഉത്തരം പറയേണ്ട ഒരു വിഷയമൊന്നുമില്ല. പക്ഷെ അത് അവർ വേണമെങ്കിൽ വിശ്വസിക്കട്ടെ. അപ്പോൾ തിരിച്ചു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ നേരം പുലർന്നപ്പോൾ അവിടെ ഒന്ന് വിശ്രമിക്കുന്നത് കണ്ടു. ആര്? അക്കാലത്ത് അറബികളായ നിരീശ്വരവാദികളായ മുശ്രിക്കുകളായ ആളുകളും അവിടെ ഉണ്ടല്ലോ. അവർ റസൂലുള്ളാഹിയുടെ ഈ അവസ്ഥ കണ്ടു. റസൂലുള്ള അവരോട് പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, ആരോടാ പറഞ്ഞത്? മുശ്രിക്കുകളോട് ചെന്നിട്ടല്ല പറഞ്ഞത്. അന്തിർ അശീറത്തക്കൽ അഖ്റബീൻ. ആദ്യകാലത്ത് തന്നെ വഹീൻ്റെ കാര്യം അള്ളാഹു പറഞ്ഞത് വളരെ അടുത്ത ബന്ധമുള്ള, വളരെ വിശ്വസ്തരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുപോലെ മഹാനായ അബൂബക്കർ തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തുടങ്ങിയിട്ടുള്ള സഹാബിമാരോട് അള്ളാഹുവിൻ്റെ റസൂൽ ഈ വിവരം പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, ഇത് പുറത്തറിഞ്ഞപ്പോൾ മക്കാ മുശ്രിക്കുകൾ അഥവാ അബൂ ജഹലിനെ പോലെയുള്ള, ഉമയ്യത്തിനെ പോലെയുള്ള, സൈബത്തിനെ പോലെയുള്ള മുശ്രിക്കുകൾ അഥവാ അന്നത്തെ സംഘപരിവാർ ശക്തികൾ ഈ സംഗതി അറിഞ്ഞപ്പോൾ അവർ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, കണ്ടില്ലേ നിന്റെ മുഹമ്മദിന് ഭ്രാന്തായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇന്നലെ രാത്രി ഇവിടുന്ന് ആകാശ ലോകത്ത് പോയി അള്ളാഹനെ കണ്ടു എന്നൊക്കെ പറയുന്ന അവന് ഭ്രാന്തായിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്കുകേട്ട് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ദുർബലരായ മൂമിനുകൾ പോലും ഇസ്ലാമിനെ കൈയൊഴിച്ചു മുർത്തദ്ദായി. അപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രസക്തമായ ഒരു വാക്കുണ്ട്. അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് ഏകദേശം 40 വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചു. ഈ മിഹ്റാജ് നടക്കുന്നത് ഏകദേശം 52 വയസ്സിലോ മറ്റോ ആണോ. ഏകദേശം ഈ 10-12 കൊല്ലത്തോളം ആ പ്രവാചകന്റെ അടുത്തേക്ക് ഉപരിലോകത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ പ്രവാചകന്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ പോയി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടു എന്ന് ആ ഒരു പ്രവാചകൻ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അതിനെന്തിനു സംശയിക്കണം? ഇതാണ് വളരെ ശക്തിമത്തായ ബുദ്ധിപൂർവമുള്ള യുക്തിഭദ്രമായ മറുപടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സഹാബത്തിന് കൊടുത്തത്. നോക്കണം, അപ്പോൾ ദുർബല മൂമിനുകൾക്ക് ചെറിയ ഒരു പ്രശ്നം കിട്ടിയാൽ മതി. അപ്പോൾ അവർ കണ്ടില്ല, ലിയാഖത്ത് പറയുന്നത് പോലെ തന്നെ, ഈ ആരിഫ് തെണ്ടി പറയുന്നത് പോലെ തന്നെ കണ്ട് അതോടുകൂടെ ദുർബലരായ കുറേ മൂമിനുകൾ ഇസ്ലാം കൈയൊഴിച്ചു. പക്ഷേ ആ ദുർബലരായ മൂമിനുകൾക്ക് പോയി എന്നല്ലാതെ അള്ളാഹുവിനോ അവൻ്റെ റസൂലിനോ സത്യവിശ്വാസികൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ആ ശക്തമാവുകയിട്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടമായിട്ട് ആളുകൾ വരികയും മാത്രമല്ല ഇസ്ലാമിക റിപ്പബ്ലിക്കായി തീരുകയും ചെയ്തു. അപ്പം ഞാൻ പറയുന്നത് മറ്റൊന്നുകൂടെയാണ്. അപ്പോൾ ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു നോമ്പെടുക്കുക എന്ന ഒരു ചിന്താഗതി നബി പറഞ്ഞതാണ്. നോമ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിയാം. മുഹറം 9-ന്റെ നോമ്പും മുഹറം 10-ന്റെ നോമ്പും അത് നബി തങ്ങൾ നമ്മളോട് 9ഉം 10ഉം എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മാത്രമേ റസൂൽ അനുഷ്ഠിച്ചിട്ടുള്ളൂ. അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ 9ഉം 10ഉം അനുഷ്ഠിക്കും. ഇവിടെ റസൂലുള്ള വഫാത്തായി അഥവാ നമ്മിൽ നിന്ന് വേർപെട്ടു പോയി. അതുകൊണ്ട് 10 മാത്രമേ റസൂൽ അനുഷ്ഠിച്ചിട്ടുള്ളൂ. അതോടൊപ്പം നബി തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ഈ പറയുന്ന ഇസ്രാ മിഹ്റാജ് ആരോഹണം കഴിഞ്ഞ് കേവലം പിന്നീട് 10 കൊല്ലത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ 11 കൊല്ലത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. ആ കാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം, കാരണം ഞാൻ ആകാശ ലോകത്ത് പോയിട്ടുണ്ട്, അതിൻ്റെ നന്ദി സൂചകമായിട്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. അതൊരു നന്ദി സൂചകമല്ല.
അത് അള്ളാഹു കൊണ്ടുപോയതാണ്. മാത്രമല്ല നബിക്ക് ആ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയില്ല. കാരണം രാത്രിയിലാണ് പോക്കും വരവും ഉണ്ടായിട്ടുള്ളത്. രാത്രിയിൽ നമുക്ക് നോമ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ? ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ രാവിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. പകലായപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂല് ഭൂമി ലോകത്ത് എത്തുകയും ചെയ്തു. ഇനി എന്നെ ഇന്നലെ രാത്രി കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാത്രി കൊണ്ടുപോയിട്ടുണ്ട്, അതിൻ്റെ ഫലമായിട്ട് ഇന്ന ദിവസം നമുക്ക് നോമ്പ് അനുഷ്ഠിക്കണം അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നിർദ്ദേശം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായിട്ട് ഒരു കിതാബുകളിലും ഒരു ദഈഫായ ഹദീസുകളിൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ആലോചിക്കും. അപ്പോൾ ആളുകൾ പറയും, എടോ നിനക്കാണ്, ഞങ്ങളോട് മൊയ്ലിയർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ആര് തന്നെ എന്തു പറഞ്ഞാലും അള്ളാഹും അവൻ്റെ റസൂലും അടിസ്ഥാന പ്രമാണബദ്ധമല്ലാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലും എന്തെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കിട്ടും. അതാണ് കുല്ല ബിദ്അത്തിൻ ദലാല വ കുല്ല ദലാലത്തിൻ ഫിന്നാർ. ഹറാമിനെ കുറിച്ചല്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, കുഫറിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചുമല്ല പറഞ്ഞത്. എന്താ കാരണം? കുഫറും ശിർക്കും അയാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ മാറും. അതോടൊപ്പം തന്നെ ബിദ്അത്ത് അയാളിൽ എന്നും നിലനിൽക്കും. അപ്പോൾ ആ ബിദ്അത്തിന് വേണ്ടിയുള്ള ഒരു നോമ്പാണ് യഥാർത്ഥത്തിൽ ഈ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന മുറക്ക് ഈ വീഡിയോക്ക് താഴെ നെഗറ്റീവായാലും നിങ്ങളുടെ സംശയങ്ങൾ പോസിറ്റീവായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.